നമസ്കാരം. ഡിവൈൻ റിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹിയമ്മയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇപ്പോൾ ചിങ്ങമാസമാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ. ചിങ്ങമാസം എന്നത് ഒരു സ്പെഷ്യൽ മാസമാണ്. കാരണം എന്ത് നമ്മൾ ആവശ്യപ്പെടുന്നുവോ, ഏത് ദൈവത്തിനോട് എന്ത് നമ്മൾ ആവശ്യപ്പെട്ടാലും അത് വരമായിട്ട് നടന്നു കിട്ടുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. അതുപോലെ തന്നെ സൂര്യഭഗവാനും ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് ചിങ്ങമാസം. ചിങ്ങമാസത്തിൽ ചെയ്യേണ്ട ഒരു വിശേഷപ്പെട്ട പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ജീവിതത്തിൽ പരാജയം മാത്രമേ ഉള്ളൂ, വെളിച്ചം വരുന്നില്ല, വിജയമില്ല എന്ന് ഫീൽ ചെയ്യുന്നവർക്ക് ഈ ചിങ്ങമാസത്തിലെ ഈ ചാൻസ് മിസ് ചെയ്യാതെ അത് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതമേ മാറിമറിയും. നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം സൂര്യഭഗവാൻ കൊണ്ടുവന്ന് തരുന്നതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒത്തിരി പേര് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ സൂര്യ നമസ്കാരം ചെയ്ത് സ്വാമിയെ പ്രാർത്ഥിക്കുന്ന റുട്ടീൻ വെച്ച് പുലർത്തുന്ന നിറയെ പേരുണ്ടെന്ന്. രാവിലെ എഴുന്നേറ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് സൂര്യഭഗവാന്റെ മുന്നേ മനസ്സാലെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ നിൽക്കുന്നത് തന്നെ ജീവിതത്തിൻ്റെ പല തടസ്സങ്ങളും ഉടച്ചെറിഞ്ഞ് ജീവിതത്തിൽ മുന്നേറാനൊരു വഴി തുറന്നു കിട്ടുന്നതിന് തുല്യമാണ്. സൂര്യ നമസ്കാരം ചെയ്യുന്ന ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കൂ, തീർച്ചയായും അവർ ഇത് തന്നെ പറയും അനുഭവമായിട്ട്. എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് കിട്ടുന്നതാണ്. അതിനാൽ ഈ ആവണി മാസം മീൻസ് ചിങ്ങമാസം എന്നത് സൂര്യഭഗവാന് പ്രിയപ്പെട്ട മാസം. അതിനാൽ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു മന്ത്രം ചൊല്ലി നമ്മൾ എന്ത് കേട്ടാലും അത് കറക്റ്റായിട്ട് നടന്നു കിട്ടും. മന്ത്രവും ചേർത്ത് ഈ ചിങ്ങമാസം പുതുതായി എന്തെങ്കിലും നടക്കണമെന്നോ അതല്ല ഒരു നല്ല കാര്യം ഈ ചിങ്ങമാസം തീരുന്നതിന് മുന്നേ ആയി നടക്കണമെന്നോ മനസ്സിൽ ഒരു എയിം വെച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കണമെങ്കിൽ സൂര്യചിഹ്നം എന്ന ഒരു ചിഹ്നം കയ്യിൽ വരച്ചിടണം. അത് എങ്ങനെ ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ ഞാൻ വിശദമായി പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണുക. ഈ ചിങ്ങമാസം എന്നാൽ പലതും പുതു സംരംഭങ്ങൾ തുടങ്ങാനും നല്ല മാസമാണ്. വിശ്വാസമില്ലാതെ അവരവരുടെ കാര്യം കൂടെ നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് കൂടെ സൂര്യഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഇത് ചെയ്താൽ മതി, വിജയം ഉറപ്പായിരിക്കും. അങ്ങനെ ഒരു മാസമാണ് ചിങ്ങമാസം. സൂര്യഭഗവാന്റെ ഈ മന്ത്രം മീൻസ് ഇത് ചൊല്ലാൻ ഒരു റെസ്ട്രിക്ഷൻസോ ഒരു റൂളോ ഒന്നുമില്ല. നിങ്ങൾ എന്ത് കഴിച്ചാലും എന്ത് സിറ്റുവേഷനിലിരുന്നാലും ഒരു പ്രോബ്ലവും ഇല്ല. ഇത് ജസ്റ്റ് ഒരു വരി മന്ത്രം മാത്രമാണ്. ഈ ഒരു വരി മന്ത്രത്തെ ഒരു മാസം മുഴുക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഡെയിലി നിങ്ങളെ കൊണ്ട് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലുക. എന്നാൽ 3333 തവണ ഈ മന്ത്രത്തെ നിങ്ങൾ ചൊല്ലിയാൽ പിന്നെ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യം കമ്പൽസറി ആയിട്ട് നടന്നിരിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. അത്രയ്ക്കും ശക്തിയുള്ള മഹാമന്ത്രമാണിത്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾക്ക് സൂര്യഭഗവാനെ നോക്കി ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി നിറയെ പേർക്ക് ഡൗട്ട് വരാം, ഒരു ദിവസം തന്നെ 3333 തവണ എങ്ങനെ ഈ മന്ത്രം ചൊല്ലാൻ പറ്റും, അത് പോസിബിൾ ആണോ എന്ന്. ഒരു ദിവസം കൊണ്ട് 3333 തവണ ചൊല്ലണമെന്നല്ല പറയുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് എത്രത്തോളം ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും ചൊല്ലുക. ഈ ചിങ്ങമാസം തീരുന്നത് വരെ സമയമുണ്ട്. ചിങ്ങമാസം തീരുന്നതിന് മുന്നേ ആയിട്ട് 3333 തവണ ഈ മന്ത്രം ചൊല്ലുക. അതിൽ കൂടുതലും ചൊല്ലാവുന്നതാണ്. ചിങ്ങമാസം മുഴുക്കെ ചൊല്ലാവുന്നതാണ്. മഹാമന്ത്രം ഇതാണ്: ഓം സൂര്യസുരശേഖരായ നമഃ. ഓം സൂര്യസുരശേഖരായ നമഃ. ഓം
സൂര്യസുരശേഖരായ നമഃ. മന്ത്രം മാത്രം ചൊല്ലിയാൽ പോരാ, ഞാൻ പറഞ്ഞ സൂര്യചിഹ്നം കൂടെ കയ്യിൽ വരയ്ക്കണം. ഒരു പേനയോ സ്കെച്ച് പെന്നോ ഇല്ലെങ്കിൽ ഒരു മാർക്കർ പെന്നോ യൂസ് ചെയ്ത് ഇത് വരയ്ക്കാവുന്നതാണ്. ഡെയിലി നിങ്ങൾ എണീറ്റ ഉടനെ രാവിലെ ഈ ചിഹ്നം കയ്യിൽ നോക്കുക. എപ്പോഴും ഈ ചിഹ്നം കയ്യിൽ ഇരിക്കണം. അത് മറക്കാതെ ഫോളോ ചെയ്യുക. മാഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ മേലെ വീണ്ടും വരയ്ക്കുക. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഒരു നല്ല കാര്യം നടക്കാനായിട്ട് നിങ്ങൾ ഒരാളോട് കൂടി സംസാരിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല മറുപടി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ രാവിലെ എണീറ്റ ഉടനെ മന്ത്രം ചൊല്ലി, അത് എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലി സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഈ ചിഹ്നവും വരച്ചിട്ട് വേണം പോകാനായിട്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം, എങ്ങനെയെന്ന് നോക്കിക്കോളൂ. ആണായാലും പെണ്ണായാലും അത് ഒരേ മെത്തേഡ് തന്നെയാണ്. ഇടത് കൈയിൽ തമ്പിനും ഇൻഡസ് ഫിംഗറിനും ഇടയ്ക്കായിട്ടിരിക്കുന്ന ഗ്യാപ്പിൽ, അതായത് ഈ ഇടത്തിൽ ഒരു പിറ മാതിരി വരച്ചിട്ട് ഇങ്ങനെ ഒരു പിറ മാതിരി വരയ്ക്കുക. എന്നിട്ട് അതിൽ 3 കോഡ് വരയ്ക്കണം. ഈ 3 കോഡ് എൻ്റെ സെൻറ്ററിലിരിക്കുന്നത് ചെറുതും 2 സൈഡിലിരിക്കുന്നത് കുറച്ച് വലിയ അളവിലും ആയിരിക്കണം. നോക്കൂ, പിക്ചർ കയ്യിൽ വരച്ചിരിക്കുന്നത് കാണുന്നില്ലേ? ഇത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഡെയിലിയും വരയ്ക്കണം. അഴിയും തോറും മേലെ മേലെ വരച്ച് ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാം സൂര്യഭഗവാനോട്. എന്നിട്ട് വേണം നിങ്ങൾ എവിടെയായാലും പോകാനുള്ളത്. ഇപ്പോൾ എന്താ മെത്തേഡെന്ന് എഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയാം. കാരണം എന്ന് വെച്ചാൽ നിറയെ പേര് ഡൗട്ട് ചോദിച്ചു വരും. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം. രാവിലെ എഴുന്നേൽക്കുക, മുഖം കൈകാൽ കഴുകുക, കുളിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പോയി സൂര്യഭഗവാനോട് മന്ത്രം ചൊല്ലുക, പ്രാർത്ഥിക്കുക. മന്ത്രം ചൊല്ലി തീർത്തതിന് ശേഷം കയ്യിൽ ചിഹ്നം വരച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണേലും, അതായത് എന്ത് കാര്യം വേണേലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കമ്പൽസറി വിജയം ഉറപ്പാണ്. ചിങ്ങമാസം സൂര്യഭഗവാന്റെ മാസമായതിനാൽ ഒരു ചില മെത്തേഡ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് തോൽവി എന്നത് ഇല്ലാതെ ജയം മാത്രമായിരിക്കും കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക. പുതിയ മാസത്തിൽ നിറയെ പ്ലാൻസ് വെച്ചിരിക്കുന്നവരായിരിക്കും എല്ലാവരും. കമ്പൽസറി ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് നോക്കി പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് വിജയം നിശ്ചയമായും കിട്ടും. ഇതെല്ലാം ചെറിയ വിഷയമാണ്, ബട്ട് വിശ്വാസത്തോടു കൂടി ഇത് കേട്ട് ചെയ്താൽ നിശ്ചയമായും അത് വിജയത്തിൽ കൊണ്ടെത്തിക്കും. അത്രയ്ക്കും ശക്തി സൂര്യഭഗവാന് ഉണ്ട്. സൂര്യഭഗവാന്റെ മുന്നേ വന്ന് നോക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് പോയി നിശ്ചയം വെളിച്ചം വന്നു ചേരുന്നതാണ്. സോ ചെയ്തു നോക്കുക, വിജയം നിങ്ങൾക്കും കിട്ടും. വേറൊന്ന്, ഈ മാസം പറ്റില്ല, ഇപ്പോൾ ചിങ്ങമാസത്തിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചെയ്യുക. അതൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ചിങ്ങമാസം എന്നത് ചെയ്താൽ ഇതിന് ഇരട്ടി ഫലം ലഭിക്കും. ചിങ്ങമാസത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് വേറെ ഏത് മാസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ മെത്തേഡ് കറക്റ്റായിരിക്കണമെന്നേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.